നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂര്. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് കുറവാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് മൊബൈൽ ഷോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പല എന്താ പറയുക സംഭവങ്ങളുള്ള കുറേ കടകളുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഞാൻ കഴിയുന്നതൊക്കെ വീഡിയോ എടുക്കാം. തിരൂര് സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമുക്കിവിടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുക. ഗൈസ്, നമ്മളിപ്പോൾ ദാ വീണ്ടും തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഇടയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും. എങ്ങനെ സ്റ്റാർട്ടിങ് റേറ്റ് എത്ര ഐഫോണൊക്കെ? സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് ഉണ്ടാവുക. അല്ലാണ്ട് നമുക്ക് ഒരു കറക്റ്റ് പറയാൻ പറ്റില്ല. സെക്കൻഡ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്നാലും ഒരു നോർമൽ ഒക്കെ പറയുമ്പോൾ ഒരു 7 ഒരു 5 രൂപ 5 രൂപ എന്ന് പറയുമ്പോൾ 50,000 5,000 മുതലാണ് ഐഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 7 അല്ലേ? 7ന്റെ താഴേക്കാണെങ്കിൽ അതിലും കുറയും. 4 3 അങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലേ? നമ്മൾ ഇതിൻ്റെ റേറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ഹാൻഡ്സ് ആണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഫോണുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ക്രിസ്മസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ കടകളാണ്. ഒരുപാട് മെറ്റീരിയൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ടോയ്സും അതുപോലെ തന്നെ പുൽക്കൂടിൽ ഒരുക്കുന്ന സംഭവങ്ങളും പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ അതൊരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഈ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റിലൂടെ പിന്നെയും മുന്നോട്ട് പോയി നോക്കാം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്താ കാണാനുള്ളത് വെച്ചാൽ പിന്നെയും നമ്മൾ എത്തിപ്പെടുന്നത് മൊബൈൽ ഷോപ്പിൻ്റെ അടുത്താണ്. ഒരുപാടുണ്ട്, ഒരുപാട് സ്പോട്ടുകളായിട്ട് അത് ഒരുപാട് ഷോപ്പുകളാണ് ഇവിടെ. ഈ ഒരു ഇലക്ട്രോണിക്സിൻ്റെ എന്താ പറയുക ഷോപ്പുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു ഷോപ്പിംഗ് മാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പിംഗ് മാളുള്ളത്. വലിയൊരു മാളൊന്നുമല്ല, ഒരു ചെറിയൊരു മാളാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഇതുപോലെ തന്നെ ഫോണുകളാണ്. അത് ഐഫോണ് പിന്നെ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോണിൻ്റെ സെക്ഷൻ വേറെയാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഒരു ഫോൺ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫോൺ എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അത് എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഏകദേശം ഇവിടെ വന്നിട്ട് ഒന്ന് നോക്കി നോക്കുകയാണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുകയാണ്. നല്ലത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഈ ഒരു സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക കുറച്ച് മെയിനായിട്ടുള്ള ഷോപ്പുകളാണ്. അപ്പോൾ അതിൽ ഒരു ഷോപ്പാണ് ഐ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർ നമുക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരികയാണ്. ഐഫോണിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ 88 ബാറ്ററി. ഇതിൽ തന്നെ 90 ഉള്ളതാകുമ്പോൾ റേറ്റ് കുറച്ചും കൂടെ കൂടുതൽ വരും. ഇതൊക്കെ 88 ബാറ്ററി. ഇത് 90 ഇപ്പോൾ 94 95 ഉള്ളതാണ്. അതൊക്കെ ആകുമ്പോൾ ഇതിനേക്കാളും 2000-3000 റുപ്യൻ്റെ ഒക്കെ ഡിഫറൻസ്. ഇതെന്താ വെച്ചാൽ നമ്മൾ ഫ്രഷ് എടുക്കുമ്പോൾ 100 ഉണ്ടാവും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ കുറയില്ല. കാര്യങ്ങളൊക്കെ സെയിം ആയി കയറാം. അതിൽ ഫീച്ചേഴ്സാണ് ചെറിയ വ്യത്യാസം വരാം. ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങൾ, ബാറ്ററി ബാക്കപ്പ് 14 കുറച്ച് കൂടുതലാണ്. പിന്നെ ക്യാമറ ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ക്യാമറ ക്ലാരിറ്റി അങ്ങനത്തെ ഫീച്ചേഴ്സ് മെയിനായിട്ട് വ്യത്യാസമുള്ളത് പിന്നെ 15-ലാണ് വരുന്നത്. 30 റുപ്യ റേഞ്ചിൽ സ്റ്റാർട്ടിങ് വരും. ഇത് 13-ആണ്. 15 ഇതിനേക്കാളും വെയിറ്റ് കുറയും. ഡബിൾ ക്യാമറയാണ് വരിക. അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് മെയിൻ സ്ട്രീറ്റിലേക്ക് ഇറങ്ങാം. അപ്പോൾ വീണ്ടും ഒരു മൊബൈൽ ഷോപ്പ് കണ്ടു. വീണ്ടും അവിടെ കയറി അവിടെയുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അങ്ങനെ ഏകദേശം നമുക്കൊരു ലെവൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ നമ്മൾ ഇനി
മുന്നോട്ട് തന്നെ പോവാം. അവിടെ ചെന്നപ്പോൾ വേറൊരു സ്ട്രീറ്റാണ്, അതായത് നമ്മുടെ ബാഗ്, ചപ്പൽസ്, പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ്, അങ്ങനെയുള്ള ഒരു ഏരിയയാണ് കേട്ടോ. എനിക്ക് ഏകദേശം ഈ ഒരു സ്ട്രീറ്റ് കണ്ടപ്പോൾ നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിൻ്റെ ആ ഒരു ഫീലാണ് കേട്ടോ വന്നത്. ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സാണെങ്കിൽ റേറ്റ് അങ്ങനെ നല്ല റേറ്റൊന്നുമില്ല, ഒരു കുറവുണ്ട്. ഡ്രസ്സിൻ്റെ റേറ്റൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചപ്പലാണെങ്കിലും എല്ലാത്തിനും നല്ല വില കുറവാണ്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് പിന്നെ കാണാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു വൈകുന്നേരം ഇവിടെ ഇങ്ങനെ വന്ന് നടക്കാനൊക്കെ നല്ല രസമാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ തിരൂർ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ വരിക നിങ്ങൾ. അപ്പോൾ ഇവിടെ ഈ ഒരു തിരൂർ ഏരിയയിൽ വരാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, മലപ്പുറം ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരൂരൊക്കെ ഒന്ന് വന്ന് ഈ ഒരു സ്ട്രീറ്റൊക്കെ കാണുക. വെറുതെ നടക്കാം. ഇനിയൊന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ട്രീറ്റിൽ എന്തായാലും വരിക കേട്ടോ. നല്ല രസമാണ്, നല്ല വൈബാണ്. ഈവനിങ് ടൈം ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ തിരൂർ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വ്ലോഗ് കാണാം. ടാറ്റാ, ബൈ ബൈ.